ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇടിയഞ്ചക്ക തോരൻ തയ്യാറാക്കാം. എനിക്ക് ഇടിയഞ്ചക്ക ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. മിക്കടത്തും ഇപ്പോൾ ചക്കയൊക്കെ പഴുത്ത് തുടങ്ങി കാണുമല്ലേ. ഞാൻ ഈ ഒരു ചക്കയുടെ ഇത് ഇച്ചിരി വലിയ ചക്കയാണ്, ഇതിൻ്റെ ഒരു നാലിലൊരു ഭാഗം എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പോകാനില്ലാത്തതുകൊണ്ട് തൊണ്ട മാത്രമല്ലേ നമ്മൾ കളയുന്നുള്ളൂ, അതുകൊണ്ട് ഒരുപാടുണ്ടാവും. ഇതിൻ്റെ ഈ പശവശപ്പ് വെളിഞ്ഞിന് കൂടുതലായിട്ടുണ്ടാവും കേട്ടോ. രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ട് മടല അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് തുടച്ചളയാം. നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടായിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോ ആരും കണ്ടില്ല, എല്ലാവരും വീഡിയോസ് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുമെന്ന് അറിയിക്കുക. ഇത് ഇടിയഞ്ചക്കയുടെ കറക്റ്റ് ആയിട്ടുള്ള പാകമല്ല കേട്ടോ. ചക്കയും കുരുവും വേർതിരിച്ച് കാണരുത്, അതാണ് ഇടിയഞ്ചക്കയുടെ പാകം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കുരുവും ചോളയും വേർതിരിച്ച് കാണുന്നുണ്ട്. പക്ഷെ സാറില്ല, ഇതൊട്ടും മുറുകിയിട്ടില്ല. ഇതുകൊണ്ട് നമുക്ക് ഇടിയഞ്ചക്ക തോരൻ തയ്യാറാക്കാം. ചക്ക കഷ്ണങ്ങളാക്കി തൊണ്ട് കളഞ്ഞ ശേഷം ഡയറക്റ്റ് ഉപ്പ് കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കഷ്ണങ്ങളാക്കിയ ശേഷം ഒരുപാട് നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറമൊക്കെ കറുത്തു പോകും. അപ്പോൾ ഡയറക്റ്റ് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക തൊണ്ട് കളഞ്ഞ ശേഷം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചക്കയുടെ പുറത്തുള്ള കറയും നമുക്ക് പോയി കിട്ടും. ചക്ക ആവശ്യമില്ലാതെ ഒത്തിരി സമയം വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ. നന്നാക്കി കഴിയുമ്പോൾ തന്നെ വെള്ളത്തിൽ നിന്ന് കഴുകി വാരി എടുക്കുക. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ കത്തിയിൽ നിന്ന് ചക്കയുടെ കറ എങ്ങനെ പെട്ടെന്ന് കളയാന്നുള്ളതാട്ടോ. കത്തിയിൽ കുറച്ച് വെളിച്ചെണ്ണ തേക്കാം, അതിനുശേഷം അത് തീയിൽ കാണിക്കുക. ഇനി ഒരു പേപ്പറോ തുണിയോ വെച്ച് കംപ്ലീറ്റ് അങ്ങ് തുടച്ചളഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്ലീൻ ആയിക്കോളും. കൈ പൊളിക്കരുത് കേട്ടോ. എപ്പോഴൊന്നും ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. അത്രയ്ക്ക് അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്താൽ മതി. കത്തിക്ക് അത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള ഇടിയഞ്ചക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കർ എടുക്കുക, അതിലേക്ക് ഇടിയഞ്ചക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചക്കയ്ക്ക് മാത്രമുള്ളത് ഇട്ടാൽ മതി കേട്ടോ, മസാലയ്ക്ക് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇടിയഞ്ചക്ക വേവാനായിട്ട് ഒത്തിരി വെള്ളമൊന്നും വേണ്ട കേട്ടോ, ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും. ഇനി കുക്കർ അടിച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വേവിക്കാം. നിങ്ങളുടെ പെട്ടെന്ന് നന്നായിട്ട് വേവുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ 1 വിസിൽ മതിയാവും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ പോയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ. കംപ്ലീറ്റ് വിസിലും പോയ ശേഷം മാത്രം തുറന്നാൽ മതി. ഇപ്പോൾ കംപ്ലീറ്റ് വിസിലും പോയി തീർന്ന് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് കമിഴ്ത്തിയിട്ട് വെള്ളം കംപ്ലീറ്റ് പോകാനും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കും. ഇടിയഞ്ചക്ക സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. ഇതിൽ കംപ്ലീറ്റ് വെള്ളവും പോയി ചൂടാറി ഇരിപ്പുണ്ട്. ഇനി ഇത് നമുക്ക് മാഷ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ചായിട്ടിട്ടോ ഇത് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ചോപ്പറില്ല, പിന്നെ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുക്കാനായിട്ട് അത്ര നല്ലതല്ല, പേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ട് കൈ വെച്ച് തന്നെ ഒടിച്ചെടുക്കുകയാണ്. പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് മാഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല, അതുകൊണ്ട് കൈ വെച്ച് തന്നെ ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി തോരന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാൻ ഇടിയഞ്ചക്ക കംപ്ലീറ്റ് മാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 2 കപ്പിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് എങ്ങനെയാണോ അതനുസരിച്ച് എടുക്കുക. മീഡിയം സൈസിലുള്ള 10 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. ഇടിയഞ്ചക്കയിൽ ഇഞ്ചി കുറവ് ചേർത്താൽ മതി കേട്ടോ, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആവശ്യത്തിന് ചേർക്കുക, എന്നാലാണ് ഇടിയഞ്ചക്കയിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ 3 പച്ചമുളക് എടുക്കാം കേട്ടോ. ഇവിടെ എരിവ് തീരെ കുറവ് മതി, അതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. ചെറിയൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ 3 പച്ചമുളക് തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇഞ്ചിയും പച്ചമുളകും 2 ഉള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇഞ്ചി എല്ലാത്തിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രഷായി കിട്ടത്തില്ല, അതുകൊണ്ട് അത് ആദ്യമായിട്ട് ക്രഷ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പിന് മുകളിലായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇടിയഞ്ചക്ക എന്തോരം ഉണ്ടോ അതിൻ്റെ ഒരു 1/3 ഭാഗം തേങ്ങ എടുക്കുക കേട്ടോ. തേങ്ങ ചിരകിയതിൻ്റെ കൂടെ ഒരു ഇതള് വേപ്പില കൂടി ഇട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇടിയഞ്ചക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉയർന്ന് നന്നായിട്ടൊന്ന് കഴുകി വാരിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ഇടിയഞ്ചക്കയിൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 2 ഇതള് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് വേപ്പില തണ്ടോടുകൂടി തന്നെ നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം നന്നായിട്ട് വാർന്നു പോയ ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ അടിച്ച് വെച്ചേക്കുന്നതാട്ടോ. ഇലയിൽ വെള്ളം ഒട്ടും ഇല്ലാതെ നന്നായിട്ട് വാർന്നു പോയ ശേഷം മാത്രം എടുത്ത് വയ്ക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ എടുത്ത് വയ്ക്കാന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ ഇങ്ങനെ കേട് കൂടാതെ ഇരുന്നോളും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
ഒരു 10-20 സെക്കൻഡ് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇടിയൻ ചക്ക ഉടച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇടിയൻ ചക്ക ഇട്ടെടുത്ത ശേഷം തേങ്ങ ഇടിയൻ ചക്കയിൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇടിയൻ ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയൻ ചക്ക പാകം കഴിഞ്ഞ് കുറച്ചുകൂടി മൂത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ കുരു വേർതിരിച്ച് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പാകത്തിനുള്ള ഇടിയൻ ചക്കയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, തേങ്ങ മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് തേങ്ങ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നു, ഇതാണ് നിങ്ങൾ ഉപ്പ് പാകമാക്കി എടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.